ഉള്ളിൽ മുഴുവൻ പൊട്ടിത്തകർന്ന് നിൽക്കുമ്പോഴും ഒരു വേദനയും മറ്റുള്ളവരെ അറിയിക്കാതെ മുഖത്ത് ചിരി വരുത്താൻ കഴിയുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ നമ്മളെ തകർക്കാൻ ആർക്കും കഴിയില്ല. ആവശ്യത്തിലധികം ആരുടെയും ജീവിതത്തിൽ അധികാരമോ അവകാശമോ കാണിക്കാതിരിക്കുക. സ്വയം വേദനിക്കാതിരിക്കാനും നാണം കെടാതിരിക്കാനും ഏറ്റവും നല്ലത് അത് തന്നെയാണ്. അവഗണിക്കുന്നവരെ പിന്തുടരാതിരിക്കുക. കാരണം നിങ്ങളുടെ സാന്നിധ്യം ആവശ്യമായിരുന്നുവെങ്കിൽ ഒരിക്കലും അവർ നിങ്ങളെ അവഗണിക്കില്ലായിരുന്നു. എനിക്ക് ഞാൻ തന്നെയുള്ളൂ എന്ന് മനസ്സിൽ ഉറപ്പിച്ചു ജീവിക്കാൻ തുടങ്ങിയാൽ കിട്ടുന്ന പോസിറ്റിവിറ്റിയും ധൈര്യവും ഉണ്ടല്ലോ, അതിനോളം വരില്ല മറ്റൊന്നും. വേദനിപ്പിച്ച ഇടങ്ങളിലേക്ക് തന്നെ മനസ്സോടി ചെല്ലുന്നത് എന്തിനാണെന്നറിയോ? കിട്ടിയ വേദനകൾക്കിടയിലും എവിടെയോ വെറുക്കപ്പെടാൻ കഴിയാത്ത ഒരു കുഞ്ഞിഷ്ടം പതിഞ്ഞു കിടപ്പുണ്ടാകും. നമുക്ക് കിട്ടിയതല്ല ജീവിതം, നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ജീവിതം. ആരെങ്കിലും നിങ്ങളുടെ വഴിയിൽ ഒരു കുഴി കുഴിച്ചാൽ വിഷമിക്കേണ്ട. കാരണം ഇവരാണ് നിങ്ങളെ എങ്ങനെ ചാടണമെന്ന് പഠിപ്പിക്കുന്നത്. ആരെയും ചാരി നിന്നാവരുത് ജീവിതം. അവർ മാറുമ്പോഴുള്ള വീഴ്ച താങ്ങാനായെന്ന് വരില്ല. ജീവിതം ആരുടെ മുന്നിലും തളർന്നു പോകരുത്. ജയിക്കും വരെ പൊരുതണം. ഒരിക്കലും കീഴടങ്ങരുത്. അവസാന നിമിഷമെങ്കിലും വിജയം ഉറപ്പാണ്. നല്ലത് ചെയ്യുന്നത് ഒരു കടമ മാത്രമല്ല, സന്തോഷവും കൂടിയാണ്. കാരണം അത് നമ്മുടെ സമാധാനവും ആരോഗ്യവും വർദ്ധിപ്പിക്കുന്നു. വിജയം ആസ്വദിക്കണമെങ്കിൽ പരാജയം ആവശ്യമാണ്. നാം കണ്ടതും ആഗ്രഹിച്ചതും ഒന്നും തേടി വരണം എന്നില്ല. നാം ആഗ്രഹിക്കാത്തത് പലതും നമ്മെ തേടി വരും. ചിലത് നമുക്ക് സന്തോഷവും മറ്റു ചിലത് ദുഃഖവും സമ്മാനിച്ചു കടന്നു പോകും. തോറ്റിട്ടും ഒറ്റപ്പെട്ടിട്ടും നഷ്ടപ്പെട്ടിട്ടും ചതിക്കപ്പെട്ടിട്ടും ഇപ്പോഴും ചിരിച്ചു ജീവിക്കുന്ന നാം തന്നെയാണ് നമ്മുടെ ഇൻസ്പിറേഷൻ. ക്ലോക്ക് സമയത്തെ കാണിക്കും. ഓരോ സമയവും ഓരോ തരം മനുഷ്യനെയും കാണിക്കും. നഷ്ടപ്പെട്ടതിന് ശേഷമായിരിക്കും സമയവും വ്യക്തിയും ബന്ധവും എത്രമാത്രം വിലപ്പെട്ടതായിരുന്നുവെന്ന് ഒരാൾക്ക് മനസ്സിലാകുന്നത്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി. ഇതുപോലുള്ള വീഡിയോവിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.